നമസ്കാരം. വിഷമഘട്ടത്തിൽ ജനങ്ങളാണ് തന്റെ കൂടെ നിന്നത് എന്ന് നടൻ നിവിൻ പോളി. അടുത്തിടെ നിവിൻ പോളിക്കെതിരെ പീഡനാരോപണവുമായി ഒരു യുവതി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പിന്നീട് യുവതിയുടേത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിവിൻ പോളിയുടെ പ്രതികരണം. നിലമ്പൂരിൽ നടന്ന ഗോകുലം നൈറ്റിൽ സംസാരിക്കുകയായിരുന്നു നിവിൻ പോളി. ഒരു പ്രശ്നം വന്നപ്പോൾ ചേർത്ത് പിടിച്ചത് ജനങ്ങളും പ്രേക്ഷകരുമാണ്. ഈ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, നിവിൻ പോളി പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ പ്രശ്നങ്ങൾക്ക് ശേഷം താൻ അങ്ങനെ പുറത്ത് പരിപാടികൾക്കൊന്നും പോകാറില്ലായിരുന്നു. ഗോപാലൻ ചേട്ടൻ തനിക്കൊരു മെന്ററിനെ പോലെയും ജ്യേഷ്ഠനെ പോലെയുമാണെന്നും അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ ഓടി വന്നതെന്നും നിവിൻ പോളി വ്യക്തമാക്കി. തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്ന ജനങ്ങളോട് നന്ദി പറയാൻ തനിക്ക് വേദി കിട്ടിയില്ലായിരുന്നു എന്നും അതിനായി താൻ ഈ വേദി അതിനുപയോഗിക്കുകയാണ് എന്നും നിവിൻ കൂട്ടിച്ചേർത്തു. ഈ വർഷം നല്ല സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുമെന്നും പ്രോത്സാഹനവും സ്നേഹവും ഇനിയും ഉണ്ടാകണമെന്നും നിവിൻ പോളി പറഞ്ഞു. നിലമ്പൂരിലെ തേക്കാണ് തന്റെ വീട്ടിലെ ഫർണിച്ചറുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും നിവിൻ പറഞ്ഞു. ആലുവയിലാണ് എന്റെ വീട്. ആലുവ ശിവരാത്രി മഹോത്സവം എന്റെ നാട്ടിൽ നടക്കാറുണ്ട്. ഇവിടുത്തെ ഈ ഉത്സവവും കടകളുമൊക്കെ അതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൽ എന്റെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറിയിരുന്നു. ഒടുവിൽ വീട് പുതുക്കി പണിയേണ്ടതായി വന്നു. പുതുക്കി പണിയുന്ന സമയത്ത് നിലമ്പൂരിലെ തേക്ക് വെച്ച് പണിയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇവിടെ വന്ന് ഡിപ്പോയിൽ നിന്ന് തടിയെടുത്തു. ഇപ്പോൾ നിലമ്പൂരിലെ മരങ്ങളാണ് എന്റെ വീട്ടിലുള്ളത്, നിവിൻ പോളി പറഞ്ഞു. കഴിഞ്ഞ വർഷമായിരുന്നു നിവിൻ പോളിക്കെതിരെ യുവതി ലൈംഗികാരോപണം ഉന്നയിച്ചത്. എന്നാൽ കേസ് അന്വേഷിച്ച കോതമംഗലം ഊന്നുങ്കൽ പോലീസ് നിവിൻ പോളിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും വ്യക്തമാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കുറ്റകൃത്യം ചെയ്തുവെന്ന് പരാതിക്കാരി ആരോപിക്കുന്ന ദിവസങ്ങളിലോ സമയത്തോ കൃത്യസ്ഥലത്തും സമയത്തും നിവിൻ ഉണ്ടായിരുന്നില്ലെന്നും ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തിട്ടില്ലെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. സിനിമയിൽ അവസരം നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് നിവിൻ പോളി ഉൾപ്പെടെ 6 പേർ കൂട്ടബലാത്സംഗം ചെയ്തിരുന്നെന്നായിരുന്നു യുവതിയുടെ പരാതി. 6ാം പ്രതിയായിട്ടായിരുന്നു നിവിൻ പോളിയെ ചേർത്തിരുന്നത്.